ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു ഐപാഡ് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഈ ഒരു ടൈമിൽ എടുക്കാൻ പറ്റിയ ഐപാഡ് ഏതാണ്, അതേപോലെ ഒരു ഐപാഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര കാലം വരെ സുഖമായിട്ട് ഉപയോഗിക്കും. അതായത് 2020 ഞാൻ എടുത്ത ഐപാഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയടക്കം ഞാൻ പറയുന്നുണ്ട്, 2 വർഷത്തിന് ശേഷമുള്ള അവസ്ഥ. ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ ഈ ഒരു ടൈമിൽ ഐപാഡ് എടുക്കണോ വേണ്ടയോ, എടുക്കണമെങ്കിൽ ഏതെടുക്കണം, ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടും. ഇത്തിരി ഷോർട്ടായിട്ടാണ് പറയുന്നത്, എങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഞാൻ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ട് 2020 ഡിസംബറിൽ ഞാൻ എടുത്ത ഐപാഡ് എയർ 4th ജനറേഷൻ ഇപ്പോഴെങ്ങനെ പെർഫോം ചെയ്യുന്നു, ഞാൻ എടുത്തതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അത് ഇപ്പോഴും നടക്കുന്നുണ്ടോ, നല്ല പെർഫോമൻസ് ഉണ്ടോ, ഈ കാര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം. ഐപാഡ് എയർ 4th ജനറേഷൻ ഞാൻ എടുത്തത് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഒരു വിഷയമില്ല, നൈസായിട്ട് എഡിറ്റ് ചെയ്യാം. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ബാംഗ്ലൂർ സാംസങ്ങിൻ്റെ ഇവൻറ്റിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അവിടെ വെച്ച് എഡിറ്റ് ചെയ്തത് ഈ ഐപാഡിലായിരുന്നു. നമ്മുടെ അന്ന് മാക്ബുക്ക് പ്രോ ഉണ്ടായില്ല, അതിന് ശേഷമാണ് ഞാൻ മാക്ബുക്ക് പ്രോ എടുത്തത്. ഇതിലായിരുന്നു എഡിറ്റ് ചെയ്തത്. ഒരു വിഷയമില്ലാതെ സ്മൂത്തായിട്ട് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റി. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതായത് അത്യാവശ്യം പവർഫുള്ളായ ഒരു സെറ്റപ്പാണെന്ന് അർത്ഥം. പിന്നെ ഇതെടുത്ത രണ്ടാമത്തെ ഒരു ഉദ്ദേശം ഗെയിമിംഗ് ആയിരുന്നു. അത്യാവശ്യം ഗെയിം കളിക്കാൻ കൂടി പറ്റണം എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് എടുത്തത്. ഇന്നും പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം PUBG ഞാൻ ഇതിൽ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വിഷയമില്ല, ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല, നൈസ് പെർഫോമൻസ്. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് 120 ഹെർട്സിൻ്റെ പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ 90 FPS ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് 60 ഹെർട്സിൻ്റെയാണ്. അങ്ങനെ കൂടിയ ഹൈ റേഞ്ചുള്ള ഗെയിമിംഗ് ഒക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോ വെർഷൻ എടുക്കണം, പ്രൊമോഷൻ ഡിസ്പ്ലേ ഉള്ളത്. ഇതിൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്, ബട്ട് നൈസ് പെർഫോമൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. നൈസായിട്ട് ഇതിൽ ഇപ്പോഴും ഞാൻ ഗെയിം കളിക്കും. അതിൻ്റെ ഒപ്പം തന്നെ മൾട്ടി ടാസ്കിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വിഷയമില്ല. ആപ്പ് സ്വിച്ചിങ് എല്ലാം വളരെ നൈസായിട്ട് നടക്കും. സോ പെർഫോമൻസിൽ ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. അന്ന് എനിക്ക് എങ്ങനെ കിട്ടിയോ അതുപോലെ ഇന്നും മിന്നുന്ന പെർഫോമൻസ് വരുന്നുണ്ട്. സോ പെർഫോമൻസിന് വേണ്ടി ഇവരെ വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യാം. ഞാൻ അന്ന് എടുത്തപ്പോൾ 2020 എടുത്ത സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സറായ A14 വെച്ചുകൊണ്ട് വന്ന ഐപാഡ് എയർ ആണ് ഞാൻ എടുത്തത്. ഇന്ന് നിങ്ങൾ A14 വെച്ചിട്ടുള്ള ഐപാഡ് എടുക്കുമ്പോൾ അത് 2 വർഷം മുമ്പ് ഇറങ്ങിയ പ്രോസസ്സറാണ് എന്നുള്ളൊരു ഓർമ്മ വേണം. ഞാൻ അന്ന് എടുത്തപ്പോൾ അന്ന് തന്നെ ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സറുള്ളത് എടുത്തുകൊണ്ട് ഇന്ന് എനിക്ക് അതേ മിന്നുന്ന പെർഫോമൻസ് കിട്ടുകയാണ്. സോ ഇപ്പോൾ എടുക്കാൻ മുമ്പ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സർ ഉള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക, ലേറ്റസ്റ്റ് വേർഷൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് 2-3 വർഷത്തേക്ക് നല്ല പെർഫോമൻസും ഏറ്റവും കൂടിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം കിട്ടുക. സോ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് അതെടുത്തത്. അതിപ്പോഴും നന്നായിട്ട് തന്നെ തരുന്നു, നല്ല പെർഫോമൻസ്. പിന്നെ അന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പ്രോ എടുക്കാറുണ്ട്, അതല്ലേ ബെറ്റർ എന്ന്. ബെറ്റർ അതാണ്, ബഡ്ജറ്റ് വേണ്ടപ്പാ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് കൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. പ്രോ എടുക്കാൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കുക, ടോപ്പ് പെർഫോമൻസ് കിട്ടും. ബട്ട് ബഡ്ജറ്റ് കുറവുള്ള ലെവലിലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ, ബാറ്ററി, ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഒക്കെ 10.9 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ആണ്. അവരിതിനെ റെറ്റിന ഡിസ്പ്ലേ എന്നൊക്കെ പറയും. ഒരു കുഴപ്പമില്ല, പക്ക സെറ്റ്. അതേപോലെ ഇതിൻ്റെ ബാറ്ററി 10 ഹവറാണ് അവർ പറയുന്നത്. ബാറ്ററി ലൈഫ് ഇന്ന് വരെ എനിക്കൊരു ഇഷ്യൂ ആയിട്ടില്ല. ഇപ്പോഴും നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. സോ ഐപാഡിൽ ബാറ്ററി ലൈഫ് ഇഷ്യൂ ആവുന്നുള്ള പേടിയേ വേണ്ട, ടോപ്പ് ബാറ്ററി ലൈഫ് കിട്ടും. ക്യാമറ 7 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും മെയിൻ ക്യാമറ 12 മെഗാ പിക്സലിൻ്റെയുമാണ്. മെയിൻ ക്യാമറയിൽ 4K വീഡിയോ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. വീഡിയോ ഷൂട്ട് ചെയ്യാനും നമ്മൾ പൊതുവേ ഐപാഡൊന്നും എടുക്കില്ല, ടാബൊന്നും ഉപയോഗിക്കില്ല എന്ന് നമുക്കറിയാം. എങ്കിലും വേണമെങ്കിൽ 4K വീഡിയോ മെയിൻ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് 7 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇതിൻ്റെ മൈക്ക് 2 മൈക്ക് വരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഒന്ന് കേട്ട് നോക്കിക്കോളൂ. ഇതിൻ്റെ വീഡിയോ ക്യാമറ ക്വാളിറ്റിയാണ്. സെൽഫി ക്യാമറയുടെ 7 മെഗാ പിക്സലിലെ വീഡിയോ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയ വീഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഡിപ്പെൻഡബിൾ ആണെന്നുള്ളതിൽ തർക്കമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഡിയോ ക്വാളിറ്റിയും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2 മൈക്കാണ് ഈ ഒരു ടാബിന് വരുന്നത്. വീഡിയോയും ഓഡിയോയും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഐപാഡിൽ വരുന്നുണ്ട്. സോ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും അത്യാവശ്യം വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ Type C ചാർജിങ് പോർട്ടാണ് വരുന്നത്. നല്ല കാര്യം, അന്നേ ഇതിലിത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്പീക്കർ ഗില്ല് 4 എണ്ണം വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ടച്ച് ID പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ഇപ്പോഴത്തെ 5th ജനറേഷനിലും ഇതൊക്കെയുണ്ട്. ഇത് അന്നേ ഇതിലുണ്ടായിരുന്നു, പവർ ബട്ടണിൽ ടച്ച് ID. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മൊത്തത്തിൽ ഇതിപ്പോഴും 100% ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പം ഞാനീ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എന്നാൽ മോശം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് സുധി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം സുധീസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചാനലിൻ്റെ ഓണർ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ, അതിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഈ ഒരു ഐപാഡ് എയർ വാങ്ങിച്ചപ്പോൾ അത് നല്ല സെറ്റപ്പിൽ വർക്ക് ചെയ്ത് വന്നതാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒരു വൈറ്റ് ഡോട്ട് മാറ്റാൻ ചെന്നപ്പോൾ കയ്യിലെ കാശ് കളഞ്ഞ് മാറ്റണം, കാരണം വാറണ്ടി കഴിഞ്ഞല്ലോ, 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ സേഫായിട്ട് സൂക്ഷിച്ച് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ കംപ്ലൈൻറ്റ് വരും.
ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, കംപ്ലൈൻറ്റുകൾ വരാം. എൻ്റെ ഐപാഡിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നാളെ ഒരു അപകടം സംഭവിക്കില്ല എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. സോ അതുകൂടി മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ വരിക. ആപ്പിളാണ്, ഒരു കുഴപ്പം വരില്ല എന്ന് ആരും വിചാരിക്കരുത്. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ഇനി പുതിയ ജനറേഷൻ ഐപാഡുകളിലേക്ക് വരാം. നിങ്ങൾ ഒരെണ്ണം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എടുത്താൽ എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി എടുക്കാൻ പോകുന്നെങ്കിൽ ഐപാഡ് എയർ 4th ജനറേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുമോ? ഇല്ല. ഇത്രയും നല്ലതാണെങ്കിൽ പിന്നെ എന്താ റെക്കമെൻഡ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ, ഇത് ഓൾറെഡി 2020 ഇറങ്ങിയതാണ്. സോ ഓൾറെഡി 2 വർഷം കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള OS അപ്ഡേറ്റുകളുടെ നമ്പറുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പുതിയ വെർഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4-5 വർഷത്തെ OS അപ്ഡേറ്റ് വീണ്ടും ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. സോ എടുക്കുമ്പോൾ എപ്പോഴും ലേറ്റസ്റ്റ് വെർഷൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ നല്ല ഐപാഡ് ഏതാണ്? ആദ്യമായിട്ട് ടോപ്പ് ആൻഡ് ലൈനിൽ വരുന്നത് ഐപാഡ് എയർ 5th ജനറേഷൻ ആണ്. M1 പ്രൊസസ്സറൊക്കെ ആയിട്ട് നമുക്ക് 60,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഐപാഡ് എയർ 5th ജനറേഷൻ. M1 പ്രൊസസ്സറാണ്. അതിലാവുമ്പോൾ നമുക്ക് ഡാവിൻസി റിസോൾവിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഡാവിൻസിയാണ് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് അത് ഐപാഡിൽ തന്നെ കിട്ടും. സംഗതി കിട്ടിക്കൻ സെറ്റപ്പാണ്. അതിൽ M1 പ്രൊസസ്സറാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഞാനിത് എടുത്തപ്പോൾ 2020 A14 അന്നത്തെ ലേറ്റസ്റ്റ് പ്രൊസസ്സറായിരുന്നു. ഇവിടെ നിങ്ങൾ 5th ജനറേഷൻ എടുക്കുകയാണെങ്കിൽ M2 ആണ് ലേറ്റസ്റ്റ്, എങ്കിലും M1 അത്ര പഴയതൊന്നുമല്ല, പവർഫുള്ളാണ്. അപ്പോൾ ലേറ്റസ്റ്റ് പ്രൊസസ്സറും കിട്ടും, പ്ലസ് 5G കൂടിയാണ്. സെല്ലുലാർ ഉള്ളതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 5G കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 5G ഇല്ല, ഇതിൽ 4G ഉള്ളൂ. ഇത് ഓൾറെഡി വൈഫൈ ആണ്, സോ ഇഷ്യൂ ഇല്ല. ബട്ട് നിങ്ങൾ സെല്ലുലാർ അടക്കമുള്ളത് എടുക്കുകയാണെങ്കിൽ 5th ജനറേഷൻ ആണ് നല്ലത്, കാരണം അതിൽ 5G കിട്ടും. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഐപാഡ് എയർ 5th ജനറേഷനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഐപാഡ്. 1 ലക്ഷയ്ക്ക് പോയാൽ പ്രോ വെർഷനുകളുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ബഡ്ജറ്റ് റേഞ്ചിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ M1 ഐപാഡ് എയർ 5th ജനറേഷനാണ് ഫസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതല്ലാതെ ഈ പറഞ്ഞ 2-3 കാര്യമല്ലാതെ ഈ എയറിൽ നിന്നോ അല്ലെങ്കിൽ ഐപാഡ് 10th നിന്നൊന്നും ഇതിന് വേറെ കാര്യമായ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഈ 5th ജനറേഷന് ഡിസ്പ്ലേ ഒക്കെ സെയിം. നമ്മൾ ഈ പറഞ്ഞ ഡിസ്പ്ലേയും ഈ പറഞ്ഞ ബാറ്ററി ലൈഫും ഈ പറഞ്ഞ ആപ്പ് പെൻസിലിൻ്റെ സപ്പോർട്ടും ഈ പറഞ്ഞ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും മൈക്കും എല്ലാം സെയിം ആണ്. Type-C ചാർജിങ്, ടച്ച് ID ഇതെല്ലാം 5th-ലും ഈ 4th-ലും സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. സോ ഫസ്റ്റ് പ്രിഫറൻസ് 5th ജനറേഷന് കൊടുക്കുക. അത് വിട്ടാൽ നമുക്ക് പിന്നെ 50 രൂപ റേഞ്ചിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്? ഞാൻ ഈ പറയുന്നത് എൻ്റെ സജഷൻസ് ആണ് കേട്ടോ. നിങ്ങൾ അതിൻ്റെതായ ഡീറ്റെയിൽഡ് റിവ്യൂ കണ്ടു നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ, അത് മറക്കരുത്. അപ്പോൾ നമ്മൾ 50 രൂപ അല്ലെങ്കിൽ 40-50 ഇടയ്ക്കാണ് നമ്മുടെ ബഡ്ജറ്റ്. 60 രൂപയിലേക്ക് പോകാൻ ബഡ്ജറ്റ് ഇല്ല എങ്കിൽ അവിടെ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഐപാഡ് 10th ജനറേഷനാണ്. അതെന്താണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ ഐപാഡ് എയറിൽ ഞാൻ ഈ പറഞ്ഞ കിടിലം പെർഫോമൻസ് തരുന്ന A14 പ്രൊസസ്സറാണ് അതിനകത്തിരിക്കുന്നത്. സോ പെർഫോമൻസ് ഗ്യാരണ്ടി. ബാക്കിയെല്ലാം സെയിം ആണ്. ഡിസ്പ്ലേ സെയിം ഡിസ്പ്ലേ ആണ്, ഡിസ്പ്ലേ സൈസ് ആണ്, ബാറ്ററി ലൈഫ് സെയിം ആണ്, സ്പീക്കർ സെയിം ആണ്, Type-C സെയിം ആണ്, ടച്ച് ID സെയിം ആണ്, എല്ലാം സെയിം ആണ്. ബട്ട് പുതിയ വെർഷൻ കിട്ടും എന്നുള്ളത് മാത്രമാണ്. OS വൈസ് പുതിയത് കിട്ടും, കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടും, ഒപ്പം തന്നെ 5G സപ്പോർട്ടും വരുന്നുണ്ട്. സോ അവിടെ എയറിന് പകരം നിങ്ങൾ പുതിയത് എടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഐപാഡ് 10th ജനറേഷൻ പ്രിഫർ ചെയ്യുക. ഇനി അതുമല്ല, നമുക്ക് 30 രൂപ റേഞ്ചിലൊക്കെയാണ് ബഡ്ജറ്റ്, 30-40 ആ ഒരു റേഞ്ചിലേക്ക് ബഡ്ജറ്റ് ഉള്ളൂവെങ്കിൽ 30 രൂപ റേഞ്ച് വന്നാൽ ഏതെടുക്കും? ഐപാഡിൻ്റെ 9th ജെൻ എടുക്കാം. 9th ജെൻ എന്താണ് അതെടുക്കാൻ പറയാൻ എന്ന് ചോദിച്ചാൽ അവിടെ അതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത്, അവിടെ വേറെ ചോയ്സ് ഒന്നുമില്ല. ബട്ട് ഇത്രയും ഈ ഐപാഡ് 10th-ൻ്റെയോ 4th-ൻ്റെയോ ഒന്നും പവർ അതിനുണ്ടാവില്ല. അതിൽ A13 ബയോണിക് ചിപ്സെറ്റാണ് വരുന്നത്. കുറച്ച് പ്രശ്നങ്ങൾ അതിനൊക്കെയുണ്ട്. സോ അതൊക്കെ മനസ്സിൽ വെക്കുക. അത് 4G-യുമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അതിലേക്ക് വരാൻ. 30 രൂപയുടെ എടുക്കുന്നതിനേക്കാൾ ഞാൻ കുറച്ചും കൂടി ബഡ്ജറ്റ് കൂട്ടാൻ വഴിയുണ്ടെങ്കിൽ ഈ 10th ജനറേഷൻ എടുക്കുക. അല്ലെങ്കിൽ ഐപാഡ് എയറിൻ്റെ യൂസ്ഡ് പ്രൊഡക്റ്റുകൾ 30 രൂപ താഴെ കിട്ടാനുണ്ടെങ്കിൽ അത് നോക്കിയാലും തെറ്റില്ല. അത് തീർച്ചയായിട്ടും ഈ 9th-നേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. യൂസ്ഡ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് നോക്കി എടുക്കുക. നമുക്ക് റിസ്ക് ഒക്കെ ഉണ്ട്, കംപ്ലൈൻറ്റ് വന്നാൽ കാശ് കയ്യിൽ നിന്ന് പോകുന്ന പരിപാടിയാണെന്നൊക്കെ ഓർക്കുക. യൂസ്ഡ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഐപാഡ് എയറിൻ്റെ യൂസ്ഡ് വേർഷൻ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ റീഫർബിഷ്ഡ് വേർഷനൊക്കെ 30 രൂപ റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതാവും ഈ പറഞ്ഞ 9th ജനറേഷനേക്കാൾ കുറച്ചുകൂടി നന്നാവുക. സോ ആലോചിച്ച് നോക്കിയിട്ട് ഇതിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയത് നോക്കി എടുക്കുക. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി ഐപാഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഗെയിം കളിക്കാനൊക്കെ ഐപാഡ് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ എയറിൻ്റെ ഇത്രയും വലുപ്പമുള്ള ഐപാഡ് എടുത്ത് ഗെയിം കളിക്കുമ്പോൾ കൈ വേദനെടുക്കാനും മറ്റൊക്കെ ഒരു സാധ്യതയുണ്ട്. സോ മാത്രവുമല്ല, ഇതിൻ്റെ പ്രൊസസ്സറിനേക്കാൾ ബെറ്ററായ പ്രൊസസ്സറുള്ള ഒരു പ്രൊഡക്റ്റ്, കുറച്ചും കൂടി വലുപ്പം കുറഞ്ഞ് കയ്യിൽ കംഫർട്ടബിളായ രീതിയിൽ ഒരു ഐപാഡ് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവില്ലേ? അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, ഐപാഡ് മിനി 6th ജനറേഷൻ. ഇത് 8.3 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുള്ളൂ. പക്ഷേ A15 ബയോണിക് ചിപ്സെറ്റാണ് അതിനകത്തിരിക്കുന്നത്. കുറച്ചുകൂടി ബെറ്റർ പവറുള്ള ഒരു ഡിവൈസാണ്. അതിലും 10 അവറിൻ്റെയൊക്കെ ബാറ്ററി ലൈഫും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കിട്ടുന്ന സംഗതിയാണ്. പക്ഷേ 50 രൂപ വിലയുണ്ട് കേട്ടോ. ആ വില കൊടുത്താലും കംഫർട്ടബിളായി ഗെയിം കളിക്കാനൊക്കെ ഒന്നുകൂടി പവർ കൂടിയ നല്ലൊരു സംഗതിയായിരിക്കും ഐപാഡ് മിനി 6th ജനറേഷൻ. സോ നിങ്ങൾക്ക് ഗെയിം കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെടുക്കുക.
ഗെയിമിന് ശരിക്കും പറഞ്ഞാൽ പ്രോ മോഷൻ ഡിസ്പ്ലേ ഉള്ള പ്രോ മോഡലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ബട്ട് ഇതൊക്കെ എടുത്താലും നമ്മുടെ കാര്യങ്ങൾ നടക്കും. മിനി എടുത്താലും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാനിവിടെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് 5th ജനറേഷൻ M1. അതാണ് ലേറ്റസ്റ്റ് ആൻഡ് പവർഫുൾ. അതെടുത്താൽ 3-4 കൊല്ലം ഞാൻ ഈ ഡിവൈസ് എടുത്ത് ഇത്രയും കാലം അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അതിലെല്ലാം തന്നെയും പ്രൊസസ്സർ അടക്കം എല്ലാം തന്നെയും ലേറ്റസ്റ്റ് ആണ്. സോ 5th ജനറേഷൻ ഐപാഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിവിടെ യൂട്യൂബിൻ്റെ പ്രൊഡക്റ്റ് സെക്ഷനിൽ കൊടുക്കുന്നതും അത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ സൈറ്റിൽ കയറി നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ആപ്പിളിൻ്റെ സൈറ്റിൽ ലിങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബിൻ്റെ പ്രൊഡക്റ്റ് സെക്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള ഉദ്ദേശം വേറെ ഒന്നുമില്ല. ഒരുപാട് പേരെ നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ഐപാഡ് ഏതാണ്, ഇത് എങ്ങനെയുണ്ട്, ഐപാഡ് എടുക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, അത് എങ്ങനെയുണ്ട്, എന്നാൽ ഇപ്പോൾ എടുക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലത് ഏതൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തത്. സംഗതി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയൊക്കെ ആണെങ്കിലും ഏതൊക്കെ എടുക്കാൻ തീരുമാനിച്ചാലും വേണ്ടില്ല, നിങ്ങൾ അതിൻ്റെ യൂസ്ഡ് റിവ്യൂസ് കണ്ടു നോക്കി ബോധ്യപ്പെട്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.